ഒരു തിരുവെടുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മൈക്കിൽ കൂടെ വായിച്ചാൽ നന്നായിരിക്കും. ഏവർക്കും വളരെ പരിചിതമായ ഒരു തിരുവെടുത്ത്, സംഖ്യാപുസ്തകം അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭഭാഗം വായിച്ച് സഹായിക്കണം. മൈക്കിൽ കൂടെ വായിക്കണം. വേറെ പുസ്തകം തെറ്റാതെ കണ്ട് വായിക്കാൻ എന്നും പരിചയമുള്ള ആൾ വേണം വായിച്ചു തരാൻ. ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല. ഒന്നുകൂടെ വായിച്ചേ. ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, പറ്റുകയില്ല. ലക്ഷണവിദ്യ എനിക്കറിയാൻ തെറ്റിക്ക് വന്നു. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. മതി മതി മതി. ഒരു വാക്കോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രിയിൽ ആശീർവദിക്കണം. ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഈ ശുശ്രൂഷ അനുഗ്രഹമാകണം. സമീപവാസികൾ, സ്ഥലവാസികൾ, ദേശവാസികൾ എല്ലാവരെയും ആശീർവദിക്കണം. ദൂരത്തിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്കും അനുഗ്രഹമാകണം. പ്രിയപുത്രനെ ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തണമേ. എളിയവനെയും ശക്തീകരിക്കണം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഈ ഏകദിന സുവിശേഷ യോഗത്തിൽ ഇന്ന് രാത്രി ദൈവ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഇത് വലിയ പദവിയായിട്ട് കാണുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ ആരംഭ ഭാഗമാ. ഒന്നുകൂടെ വായിച്ചോ. ദൈവത്തിന് മഹത്വം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. പറ്റുകയില്ല. മതി മതി. അപ്പൊ ഇത് പറ്റുകയില്ല. പറ്റാതിരിക്കാൻ കാരണം എന്താണെന്നാ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. ഓട്ടോ ഇരുപ്പം കണ്ടിട്ടെല്ലാം പറ്റിയിരിക്കും പോലെ. അപ്പൊ ഇന്ന് രാത്രി ആഭിചാരം പറ്റത്തില്ലെന്നാണ്. അപ്പൊ പറ്റുകയില്ല. അതിന് കാരണം ഇന്ന് രാത്രി നമുക്ക് വളരെ ശാന്തമായി ലളിതമായിട്ട് ദൈവവചനത്തിൽ ചിന്തിക്കാം. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കരയട്ടെ. ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക, ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക, ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായൊരു തിരുവെടുത്താണ് പൊതുവിൽ വായിച്ചുവിടെ കേട്ടത്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ്. മാന്യ കർത്തദാസൻ ഒന്നുകൂടെ വായിച്ചു സഹായിച്ചാട്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. നല്ല സ്ഫുടമായിട്ടാണ് വായിക്കുന്നത്. നന്നായിരിക്കുന്നു. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. പറ്റുകയില്ല. ഇന്ന് രാത്രിയിലെ പ്രസംഗ വിഷയം, ചിന്താ വിഷയം, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. അതിന് കാരണം എന്നാന്നാ ചിന്തിക്കാൻ പോകുന്നത്. പറ്റുകയില്ലെന്നുള്ളത് ഉറപ്പാണ്. ഏതാ? ആഭിചാരം. പക്ഷെ അതിന് കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ഇന്ന് രാത്രി തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ പോകുന്നത്. വേറെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സംഖ്യാപുസ്തകം. നമുക്കറിയാം, ആരംഭത്തിൽ മോശയുടെ 5 പുസ്തകങ്ങളാണ്. ഇതിനെ പഞ്ചഗ്രന്ഥം എന്ന് പൊതുവെ അറിയപ്പെടും. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം. 5 പുസ്തകങ്ങളാണ്. ഇത് പഞ്ചഗ്രന്ഥം എന്ന് പൊതുവെ അറിയപ്പെടുന്നു. മോശെ ആണ് ഈ പുസ്തകങ്ങളെല്ലാം എഴുതിയത്. അപ്പോൾ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തിയാണ്. ലോകോൽപത്തി, മനുഷ്യോൽപത്തി, മൃഗോൽപത്തി, ജലോൽപത്തി, പ്രപഞ്ചോൽപത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിലാണ്.
ഉൽപ്പത്തി എന്ന് പേര് വരാൻ കാരണം തന്നെ പുസ്തകത്തിലെ വാക്യമാണ് 2:4 വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവെടുത്ത് വായിച്ചാട്ട് പുസ്തകത്തിന് പേര് വരാൻ ഒരു കാരണം അതാ. വായിച്ചേ 2:4 പെട്ടെന്ന് വായിരും. നാളെ മറിയാം. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. അതുകൊണ്ടാണ് ഇതിന് ഈ പുസ്തകം പേര് കൊടുത്തേക്കുന്നത് ഉൽപ്പത്തി വിവരം എന്ന് പറഞ്ഞാൽ സകല വിവരവും ഇതിനകത്തുണ്ട്. അങ്ങനെ ഉണ്ടായത്, ആരാ ഉണ്ടാക്കിയത്, നീ തപ്പി നടക്കുമെന്നും വേണ്ട, എല്ലാ വിവരവും ഇതിനകത്തുണ്ട്. പിന്നെ വിവരമില്ലാത്ത ചില ആൾക്കാർ വേറെ ചില കാര്യം പറയുന്നുമുണ്ട്. അതിപ്പോ നമ്മുടെ വിഷയമല്ല. എന്റെ ഭാഷയെ പറഞ്ഞ 1 സകല വിവരവും ഇതിനകത്തുണ്ട്, 2 വിവരം വെക്കാനുള്ള നല്ല പുസ്തകമായത്. ഏതെങ്കിലും വിവരദോഷികൾ എന്നെ കേൾക്കുന്നെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മതി. നിങ്ങൾ ചോദിക്കും അങ്ങനെ വിവരം ഉണ്ടാകുമോ? എന്നെ കണ്ടുപഠിക്കും. ഒരു വിവരവും ഇല്ലായിരുന്നു. ഇച്ചിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ പുസ്തകം വായിച്ചതിൻ്റെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നത് പുള്ളിക്ക് ഇച്ചിരി വിവരം ഉണ്ടണം, അത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ പുസ്തകം കിട്ടിയത് കൊണ്ടാണ്. അതുപോലത്തെ പുസ്തകമായത് വിവരം ഉണ്ടാക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ചവർക്കെല്ലാം വിവരം ഉണ്ടായിട്ടുണ്ട്. ഈ പുസ്തകം ചെന്നെടുത്തും വിവരം ഉണ്ടായിട്ടുണ്ട്. ഈ പുസ്തകം എടുത്തവർക്ക് ആർക്കും ഒരു ദോഷം എടുക്കേണ്ടത് പോലെ എടുത്തവർക്ക് വന്നിട്ടുമില്ല. അപ്പോൾ ഈ പുസ്തകം ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തിയാണ്. 5 ദിവസം കൊണ്ട് ഭൂജന കേജന വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് തദനന്തരം തന്റെ സാദൃശ്യത്തിന് സ്വരൂപത്തിലും മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ബാക്കിയെല്ലാം ഉണ്ടാകട്ടെ, പറക്കട്ടെ, സൃഷ്ടിക്കട്ടെ അങ്ങനെയൊക്കെയാ പറഞ്ഞപ്പോൾ മനുഷ്യൻ ഉണ്ടാകട്ടെ എന്നല്ല പറഞ്ഞത്. അവിടുത്തെ തൃക്കൈ കൊണ്ട് മണ്ണ് കുഴച്ച് മനുഷ്യന് രൂപമുണ്ടാക്കി. സ്വരൂപത്തില് മൂക്കിൽ ജീവശ്വാസ ഊതി ജീവനുള്ള ദേവിയായി. അവിടുത്തെ സൃഷ്ടിയുടെ വൈശിഷ്ട്യമാണ് മനുഷ്യൻ. അപ്പോൾ 5 ദിവസം കൊണ്ട് കാണുന്ന സകല ജരാചരങ്ങളെ അണ്ടകടാകത്തെയെല്ലാം ദൈവം സൃഷ്ടിച്ച് 6-ാം ദിവസം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 7-ാം ദിവസം സ്വസ്ഥതയാണ്. നമ്മൾ വചനം പഠിക്കുമ്പോൾ 6 ദിവസം ദൈവം ജോലി ചെയ്യുകയായിരുന്നു. 6 ദിവസം. 7-ാം ദിവസം സ്വസ്ഥത. മനുഷ്യനോ? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. മനുഷ്യനെ എത്രാം ദിവസമാണ് സൃഷ്ടിച്ചത്? 6-ാം ദിവസം. 6-ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മൂക്കിൽ ഊതി ജീവശ്വാസമുള്ള ദേവിയായിട്ടിരുന്നാൽ പുള്ളിക്ക് പിറ്റേ ദിവസം തന്നെ സ്വസ്ഥതയാണ്. ദൈവത്തിന്റെ കാരണം ദൈവം 6 ദിവസവും പ്രവൃത്തിയായിരുന്നു. 6-ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. 7-ാമത്തെ ദിവസമാണ് ദൈവത്തിന് സ്വസ്ഥത. മനുഷ്യനോ? സൃഷ്ടിച്ചതിന്റെ പിറ്റേ ദിവസമേ. അതിനകത്ത് ഒരു ആത്മീയ പാഠം. നമ്മൾ സ്വസ്ഥതയോടെ ജീവിക്കാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ചുമ്മാ കിടന്ന് അലച്ചും വെപ്രാളപ്പെട്ടിട്ടൊന്നും വലിയ കാര്യമില്ല. നമുക്ക് സ്വസ്ഥത. ആ സ്വസ്ഥത, ആശ്വാസം, സമാധാനം യേശുവില്ല. നമുക്ക് ആ ഭാഗത്ത് പിന്നെ വരാം. അപ്പോൾ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം 50 അധ്യായമാണ്. 50 അധ്യായം. പുറപ്പാട് 40 അധ്യായം. ലേവ്യ പുസ്തകം 27 അധ്യായം. സംഖ്യാപുസ്തകം 36 അധ്യായം. ആവർത്തന പുസ്തകം 34 അധ്യായം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായമുണ്ട്. ഈ തുടക്കമുണ്ട്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് ദൈവത്തില. വായിച്ച മോനെ, പേര് ഞാൻ മറന്നു. സ്റ്റീവ്. നല്ല പേര്. സായിപ്പന്മാരുടെ പേര് കളയരുത്. വായിരുന്നു. ആദിയിൽ ദൈവം. മതി. ആദിയിൽ ദൈവം. പദം കണ്ടോ? ആദിയിൽ ദൈവം. ദൈവത്തിലാ തുടങ്ങിയത്. ദൈവത്തിൽ തുടങ്ങിയെങ്കിലും 3-ാം അധ്യായത്തിൽ ദൈവത്തിൽ നിന്നെല്ലാം വിട്ടു. ദൈവത്തിലാ തുടങ്ങിയത്. പക്ഷെ 3-ാം അധ്യായത്തിൽ വായിക്കുന്ന ദൈവം വന്നപ്പോൾ 2 പേരുടെ ഒളിച്ചു കളിക്കുക. നീ നോക്കടി. വരണം. ഞാൻ നോക്കിയാ എന്നെ കാണും. പാത്ത് കളിക്കുക. ദൈവത്തിൽ നിന്ന് അകന്നെന്ന് പേടിച്ച് ഒളിച്ചിരിക്കുക. മറ്റേതെന്നും ദൈവം വരുമ്പം കൂടെ ചെല്ലുക, കൂടെ നടക്കുക. കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ട് ഇപ്പൊ പാത്തിരിക്കുക. മരത്തിന് പാത്തിരുന്ന ഒടുവിൽ ദൈവത്തിൽ നിന്ന് അകന്നു. ഇറക്കി വിട്ടു. തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവത്തിൽ തുടങ്ങി ദൈവവുമായിട്ട് നടന്ന് ഒടുവിൽ ദൈവത്തെ വിട്ട്
ദൈവത്തിൽ നിന്നാകുന്നു. അതുകൊണ്ട് സംഭവിച്ചത് എന്നതാ, ആ 50 അധ്യായമുണ്ട്. 50-ാം അധ്യായം അവസാനിക്കുന്ന ഏതാ? ദൈവത്തിൽ നിന്ന് വിട്ടത് കൊണ്ട് 50-ാം അധ്യായം പര്യവസാനിക്കുന്ന ശവപ്പെട്ടിയില്ല. വായിച്ച് 50-ന്റെ ഒരു ഒടുവിലത്തെ വാക്യം, 50-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ആയിരുന്നു. യോസഫ് 110 വയസ്സുള്ളവരായി യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അടുത്തത്, അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. പിന്നെ വാക്യം വല്ലതും ഉണ്ടോ? ഇല്ല. അതാ പറഞ്ഞു തീർന്നു, ശവപ്പെട്ടി കൊണ്ട് തീർന്നു. അപ്പൊ 1-ാം അധ്യായത്തിൽ ആരംഭിച്ചത് ദൈവത്തില, സ്തോത്രം. പക്ഷെ ദൈവത്തിൽ നിന്നാകുന്നു, ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയി. മനുഷ്യന്റെ ദയനീയത, ഒടുവിൽ ശവപ്പെട്ടി വന്ന് കയറി. അല്ല, എല്ലാവരെയും പ്രതീക്ഷിച്ചൊരു ശവപ്പെട്ടി ഇരിപ്പുണ്ട്. ശവപ്പെട്ടി നിങ്ങൾക്ക് എല്ലാവരും ശവപ്പെട്ടി എവിടാന്നറിയാൻ പറ്റും ഉണ്ട്. ഒടുവിൽ സൂക്ഷം ചെന്ന് അതിലോട്ട് കയറുക. അപ്പൊ എനിക്കറിയുവാനുള്ളത്, ശവപ്പെട്ടിയിൽ കയറുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ശവപ്പെട്ടി കയറുകയാണെങ്കിൽ നിന്റെ ജീവിതം ശവപ്പെട്ടി കൊണ്ട് തീരുകയല്ല. അതാ യോസേഫ് മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരോട് പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവാ, ഞാൻ മരിക്കുക, പക്ഷേ നിങ്ങളെ ദൈവം സന്ദർശിച്ച് ഈ മിസ്രയീമിൽ നിന്ന് കനാനിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ പെട്ടിയും കൂടി ഇവിടുന്ന് കൊണ്ടുപോകണം. ഇപ്പൊ പെട്ടിക്കകത്ത് ഞാൻ കയറി ഇവിടെ കൊണ്ട് തീരുകയല്ല, ഈ പെട്ടിയായിട്ട് അങ്ങ് പോകണം. എവിടെ? അങ്ങ് ചെല്ലണം. ദൈവമക്കളുടെ ജീവിതം പെട്ടിക്കകത്ത് കയറി തീരുകയല്ല, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആട്ട വിവരിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം അനുഗ്രഹിക്കപ്പെട്ട അധ്യായം. പുറപ്പാട് പുസ്തകം ദൈവജനത്തിന്റെ പുറപ്പാടാ. ഇസ്രായേലിന് ദൈവം പുറപ്പെടുവിക്കുന്ന വിഷയമാണ്, അറിയാമല്ലോ. അതില് 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെ സമാഗമന കൂടാരത്തെ സംബന്ധിച്ചുള്ള വിശേഷ കണക്കും കാര്യങ്ങളും പണികളുമാണ് നമ്മൾ കാണുന്നത്. ലേവ്യ പുസ്തകം ആരാധനയ്ക്കുള്ള ക്രമീകരണമാണ്. യാഗങ്ങളും ഉത്സവങ്ങളും അല്ലെങ്കിൽ പെരുന്നാളുകളും അതിന്റെ ക്രമങ്ങളും വിധികളും ചട്ടങ്ങളും, അതാണ് ലേവ്യ പുസ്തകം. സംഖ്യാ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. പേര് കേൾക്കുമ്പോൾ അറിയാം, സംഖ്യ എന്തുവാ? സംഖ്യ എന്ന് പറഞ്ഞു കണക്കാ, സംഖ്യ. ഞാനൊരിക്കൽ ഒരാളോട് വെച്ച് പിള്ളേരൊക്കെ അങ്ങനെ പോകും, പിള്ളേരല്ല ഒരു മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കണക്കാ. സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്, എണ്ണമെടുക്കുക. അതുകൊണ്ടാണതിന്റെ പേര് സംഖ്യ. 2 സ്ഥലത്ത് വെച്ചാണ് ഇവരെ എണ്ണിയത്. വായിച്ചേ, 26-ാം അധ്യായത്തിന്റെ 63, 64 സംഖ്യ പെട്ടെന്ന്. 26, 63, 64 വേഗത്തിൽ. എരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ എണ്ണമെടുക്കുന്ന പുസ്തകമാണ്, കണക്കെടുക്കുന്ന പുസ്തകമാണ്. കണക്കെടുക്കും കേട്ടോ. മോശയും പുരോഹിതനായ എലയാസറും എണ്ണിയവർ ഇവർ തന്നെ. അടുത്ത വാക്യം. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കണക്കെടുക്കുന്ന പുസ്തകമാണ്. യെരിഹോവിന് സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലയാസറെ എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനെ സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ കണ്ടില്ലെന്ന്. അങ്ങനല്ലേ സ്റ്റീവ്? ഉണ്ടായിരുന്നില്ല. 2 സ്ഥലത്ത് വെച്ച് എണ്ണി. അപ്പൊ ആദ്യം എണ്ണിയത് എവിടെ? രണ്ടാമത് എണ്ണിയത് എവിടെ? ആദ്യം എണ്ണിയത് സംഖ്യ 1:1 മുതൽ വായിര്. ഇന്ന് വാക്യം വായിച്ചു ഉപ്പാട് വരും കേട്ടോ. ചെറിയടാന്ന് വായിച്ചു. അവർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർ വഴി ചാർത്തി, പുരുഷന്മാരെയും ആളാം പ്രതി പേർ വഴി ചാർത്തി സംഘത്തിന്റെ ആകത്തുക എടുക്കണം. പുരുഷന്മാരെന്ന് പറയുമ്പോ നിങ്ങൾ പണം കരുത്. നിങ്ങളെ എണ്ണുമ്പം പൊതുവിൽ എണ്ണുകയല്ല, പക്ഷെ നിങ്ങൾ യോഗത്തിന് വേണം.
നിങ്ങളില്ലാത്തൊരു യോഗം. ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ആണുങ്ങളെല്ലാം കൂടെ പോയി ആകും. അയ്യോ, അത് ഒരിക്കലും സാധ്യമല്ല. ഇതുങ്ങൾ ഇല്ലാതെ അങ്ങോട്ടൊരു യോഗം അങ്ങനെ പറഞ്ഞില്ലേ? നീയും അഹരോനും ഇസ്രായേലിൽ 20 വയസ്സ് മുതൽ 20 വയസ്സുമുള്ളത് മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണണം. അപ്പൊ എണ്ണുന്ന പുസ്തകമാ സംഖ്യാപുസ്തകം. 2 സ്ഥലത്ത് വെച്ച് എണ്ണി. അതാണ് 26 63 2 സ്ഥലം ഓർപ്പിച്ചു. ആദ്യം എണ്ണിയത് ഇപ്പം വായിച്ചത് സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ആദ്യം എണ്ണി. ഇനി രണ്ടാമത് എണ്ണിയത് എവിടാ? ഇനി 26-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. 26:1. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന്റെ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുക എടുക്കണം. അപ്പൊ ഇത് ബാധ കഴിഞ്ഞ ശേഷം എന്തോ ബാധ കഴിഞ്ഞ ശേഷം എന്തുവാ ബാധ എന്തോ 10 ബാധ 10 അല്ലേ? ഇവിടെ സംഖ്യാപുസ്തകം 26 പറഞ്ഞ ബാധ 25 ബാധയാ. അത് ഞാൻ പിന്നെ വരാം. ആ ബാധയാൽ മരിച്ചവരുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. 25-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചേ. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. ഈ ബാധ അത് ഞാൻ പിന്നെ പറയാം. സമയം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് വരും. അപ്പോൾ ഈ ബാധ കഴിഞ്ഞപ്പോൾ എണ്ണിയതാണ് 26-ന് ശേഷം. ബാധയ്ക്ക് മുൻപേ എണ്ണിയതാണ് 1-ാം അധ്യായത്തിൽ നിന്ന് താഴോട്ട്. അപ്പൊ 2 സ്ഥലത്ത് വെച്ച് എണ്ണി. നമ്മുടെ ദൈവം നമ്മളെ എല്ലാം എണ്ണി വെച്ചിരിക്കുക. 90-ാം സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ടല്ലോ. എന്തുവാ? ഒത്തിരി ഉണ്ടല്ലോ വാക്യമല്ലേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ. വായിച്ചേ സ്റ്റീവേ വായിരും. 12-ആന്ന് തോന്നുന്നു. 90 12 വായിച്ചു. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. നാളുകളൊന്നും എണ്ണണം. നമ്മുടെ നാളൊക്കെ ഒന്നെണ്ണം. ഏതാ? അത്യന്തിത്ര ജ്യോതിയല്ല. ആ ഭാഷ ഞാനും ഒന്ന് ഓർക്കുക. നാളൊന്ന് ഞങ്ങളുടെ അമ്മാമ്മയുടെ മകവാ. എന്റെ ആയില്യം ഒരു ഗുണമില്ല. ആ നാളല്ല. ജീവിതത്തിന്റെ നാളുകളെ ഒന്നെണ്ണണം. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ 80 കൊല്ലം വരെ ജീവിച്ചിരുന്നാൽ എത്ര ദിവസം വരെ ജീവിക്കും? 80 കൊല്ലം 80 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ മൊബൈൽ പഠിച്ചു കൂട്ടുകയാണ്. ഉണ്ട്. എന്ത് മിടുക്കനാ. ഇങ്ങോട്ട് നോക്കാം. അതവിടെ നോക്കാം. 27,000 ഏത് സ്കൂളിലാണ് പഠിച്ചത്? വെച്ചുച്ചറിയില്ലാന്നോ? അതോ 29,220. ഉണ്ടോ? ഉണ്ട്. കാലുണ്ടല്ലോ 365 കാലം. കാലും കൂടെ വെച്ച് കൂട്ടിയതാണ്. ഇതാണല്ലോ 1 സെക്കൻഡ്. എത്ര സെക്കൻഡാ 1 മിനിറ്റ് സ്റ്റീവേ? 60. എല്ലാം മൊബൈലിൽ അടിച്ചു കൂട്ടുക. 60 സെക്കൻഡ്. എത്ര സെക്കൻഡാ 1 മണിക്കൂർ? 360. എത്ര സെക്കൻഡാണ് 1 മിനിറ്റ്? 60. എത്ര മിനിറ്റാ 1 മണിക്കൂർ? 60. എത്ര മണിക്കൂറാ 1 ദിവസം? 24. എത്ര ദിവസം ഒരാഴ്ച? 7. എത്ര ആഴ്ച 1 മാസം? ഓടെ ഒരു കണക്ക് പറഞ്ഞാൽ മതി. 4. ഏകദേശം 4. എത്ര മാസമാ 1 വർഷം? 12. എത്ര ദിവസമാ 1 വർഷം? 365 കാലം. അപ്പൊ 80 വർഷം വരെ ജീവിക്കുന്ന മനുഷ്യൻ ഏതാണ്ട് 29,220 കാലൂടെ വെച്ച് കൂട്ടി. നമുക്ക് ഒരു കണക്ക് തയ്ക്കാൻ വേണ്ടി 30,000 എന്ന് എടുക്കാം. എന്താ പണക്കമുണ്ടോ? ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ 80 വർഷം 80 വയസ്സ് വരെ ജീവിച്ചാൽ ഏതാണ്ട് ഒരു കണക്ക് പറയാ 30,000 ദിവസം. ഇത് നാളുകൾ എണ്ണണമെന്ന ഈ 30,000 ദിവസം ഈ ഭൂമിയിൽ നമുക്ക് 80 വയസ്സ് വരെ ജീവിക്കുന്നവർക്കാ. അങ്ങനെ 30,000
30,000 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചാൽ ന്യായമായ ഒരു കണക്ക് പറയുക, ഈ വൈദ്യശാസ്ത്രവും ഡോക്ടേഴ്സും ഇപ്പോഴത്തെ ഉണ്ടല്ലോ പ്രകൃതി ചികിത്സക്കാരും മറ്റു പല ആൾക്കാരൊക്കെ പറയുന്നത് കുറഞ്ഞത് 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. 8. അപ്പം ഒരു ദിവസം എത്ര മണിക്കൂറാ? 24. അപ്പം 3-1 ഉറക്കോ ഇല്ലയോ? 8 വെച്ച് നോക്കുമ്പോ 3 24. അപ്പൊ 3-1 ഉറക്കമാ. മൊത്തം 30,000 ദിവസമാ. അതിൽ 3-1 ഉറക്കത്തിനാണ്. അപ്പൊ എത്ര ദിവസം ഉറങ്ങുക? 80 വർഷം. 10,000 ദിവസം ഉറങ്ങുക. അത് തികയാഞ്ഞിട്ട് ഇവിടെയും വന്നിരുന്ന് ഉറങ്ങുക. അത് പോരെന്ന് എന്നിട്ട് പിന്നെയും വന്ന് തൂക്കിക്കെട്ടുകയായിരുന്നു. അപ്പൊ ഓർത്തെ 30,000 ദിവസമാണ് കിട്ടുന്നത്. അതിൽ 10,000 ദിവസം ഉറങ്ങി തീർത്തു. ഞാൻ ഒരുത്തനോട് ചോദിച്ചു, എടോ നീ എത്ര നേരം കഴിക്കും? അപ്പൊ ഞാൻ ഓർത്ത് അവനൊരു 2 നേരം പറയും, അന്ന് രാവിലെയും വൈകിട്ടും. അവിടെ 4 നേരം കഴിക്കും, പിന്നെ കിട്ടുമ്പോഴെല്ലാം കഴിക്കുമെന്ന് പറയും. 4 നേരം കഴിക്കും, പിന്നെ ചുമ്മാ ആട് നടക്കുമ്പോൾ നടക്കുക, എപ്പോഴും ചവച്ചും വീട്ടരച്ചു പിന്നെ നടക്കുക. 4 നേരം. അപ്പൊ ഈ 80 കൊല്ലം 4 നേരമൊക്കെ കഴിച്ചാൽ ഇച്ചിരി പ്രായവും കൂടെ ആകുമ്പോ കഴിക്കാൻ സമയം ഒത്തിരി എടുക്കും. അരയ്ക്കുന്ന പറ ചുരുക്കമാകയാ അടങ്ങിയിരിക്കുമെന്നാ, ഒത്തിരി സമയമെടുക്കും. അങ്ങനെയൊക്കെ നോക്കിയാൽ ഞാൻ ന്യായമായ ഒരു കണക്കൊക്കെ എടുത്ത് ഏതാണ്ട് 5,000 ദിവസം കഴിക്കാനെടുക്കും. അപ്പൊ എത്ര പോയി? മൊത്തം 15,000 ദിവസം പോയി. പോയിട്ട് എത്രയുണ്ട്? 15. ഈ 15-ലെ ജോലി, കൂലി, വീട്ടിലെ വേല, യാത്ര, ബന്ധുവീട്ടിൽ പോക്ക്, കല്യാണം, ചടങ്ങ്, അങ്ങനെയുള്ള ഒത്തിരി ഉണ്ട്. പിന്നെ കുളി, ദേവാല, ഒരുക്കം, ഇതെല്ലാം നിങ്ങൾ ന്യായമായിട്ട് ചിന്തിച്ചു. ചിലരൊക്കെ എന്തും വേണ്ട ഒരുങ്ങിയിട്ട് അങ്ങോട്ട് തൃപ്തിയും വരുന്നില്ല. ഒരുങ്ങി എല്ലാം കൊടുത്തൊരുങ്ങി നോക്കി എന്നിട്ട് പുള്ളിയോട് പറയും നോയിക്കും. വലിയ കുഴപ്പമില്ല, ചുമ്മാ കള്ളം പറയുന്നു. എന്നിട്ട് ഇവിടെ വന്നിരിക്കും, അമ്മാമ്മ പെട്ടെന്ന് ആളുടെ ഒരുങ്ങി ഒന്നുമില്ല, ഇവിടെ തൊടുത്തോണ്ടിഞ്ഞ് എത്ര നേരം കഴിഞ്ഞാ. അപ്പൊ ചിലര് ഭാഷന്മാരും ഭയങ്കരമായിട്ട് ഒരുക്കമുള്ളവരുണ്ട്. യോഗ്യമായിട്ട് വരണം, പക്ഷെ യോഗ്യമല്ല. കണ്ടമാനം വണ്ടിക്കകത്തൊക്കെ എന്തെല്ലാം സാധനങ്ങളാണെന്നറിയാം. തൂക്കുന്നത്, എടുക്കുന്നത്, പെയിന്റും അല്ല. അത് അടിച്ചയച്ച ആ സ്റ്റേജിൽ കയറി വീഡിയോയ്ക്ക് നിൽക്കണ്ടേ. വീട്ടിൽ ചെല്ലുമ്പോ കണ്ട പുള്ളിയല്ല സ്റ്റേജിൽ നിൽക്കുന്നത്. വീട്ടിൽ ചെന്നപ്പോ 2.5 വാരുന്നു, സ്റ്റേജ് വന്നപ്പോ തായി വരെ പോലെ. ഏതാണ്ടെല്ലാം ഉള്ള നേരം കൊണ്ട് ഒത്തിരി. നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നില്ലെന്നുള്ളോ. എന്തോ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ കയറി ഒരുങ്ങിയിട്ട് കൺവെൻഷന് പോകുന്ന ആൾക്കാർ ഉണ്ട്. ആട്ടെ, ചിലർ ആരാധിക്കത്തില്ലല്ലോ. കാരണം ഇതിന് തേച്ചതെല്ലാം ഒലിച്ചു പോയാൽ കൈയടിച്ച് ആരാധിക്കൂ, നൃത്തം ഒപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ. എന്നോട് ചിലർ ചോദിക്കും, ഭാഷ ഒരു ഫോട്ടോ വേണം. ഞാൻ പറഞ്ഞ എല്ലാം ഒരുപോലെ ആയിരിക്കുന്ന, പിന്നെ എന്തോ വേറെ. എന്നോട് ചോദിച്ചായിരുന്നു. അങ്ങനല്ലേ ഞാൻ പറഞ്ഞു, ഇതുപോലല്ലേ എല്ലാം ഇതുപോലെ, പിന്നെ ഏതെടുത്താൽ തന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരുങ്ങുന്നതിന് ഞാൻ എതിരല്ല, പക്ഷെ കണ്ടമാനം ഒത്തിരി വെച്ച് കെട്ടും എല്ലാം തൂത്തും തുടച്ചു വെക്കാം, വലിയ അങ്ങനെ എല്ലാം കൂടെ ഒരു ഈ കഴിപ്പും കുടിപ്പും ഒരുക്കവും പോക്കും പരുവും എല്ലാം കൂടെ ഒരു 10,000 ദിവസം അങ്ങനെ അങ്ങ് മാറുക. 5,000 കഴിക്കാൻ, 10,000 ഉറങ്ങാൻ, ഒരുക്കവും ദേവാലയവും കുളിയും പോക്കും വരവും ജോലിയും ബത്തപ്പാടും എല്ലാം കൂടെ 10,000. അപ്പം 10 10 20 എത്രയായി? 25. പിന്നെ ആകെ കൂടെ കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യാൻ കിട്ടുന്നത് എത്ര ദിവസമാണ്? നിങ്ങളന്ന് പറ. 5,000. 80 വയസ്സ് ജീവിക്കുന്നവർക്കാണേ. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിന്റെ സായാഹ്നത്തിലാ പലരും യേശുവിനെ കണ്ടേ. ചിലര് ജീവിതത്തിന്റെ മധ്യഭാഗത്തോടടുത്താ യേശുവിനെ കണ്ടേ. നമ്മുടെ നാളുകളെ ഒന്ന് എണ്ണുന്നത് നല്ലതാണ്. ഞാൻ ആ ഭാഗം വിവരിക്കുന്നതിന് വിട്ടേക്കാം. സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. ഇന്ന് രാത്രി നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് എണ്ണണം, കണക്കെടുത്തോണ്ടിരിക്കുക ദൈവം. അപ്പൊ സംഖ്യാപുസ്തകം കണക്കെടുക്കുന്ന പുസ്തകമാണ്. കണക്കെടുത്തിൻ പ്രമാണി കുറിച്ച തെറ്റുകൾക്കെല്ലാം, കണക്കെടുത്തിൻ പ്രമാണി കുറിച്ച തെറ്റുകൾക്കെല്ലാം ശരിക്കൊരു തരം നൽകാൻ നിനക്കു വല്ലതുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ? ഇന്ന് രാത്രി എന്നെയും നിങ്ങൾ
നന്നായിട്ട് എണ്ണുന്നുണ്ട്, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. 2 സ്ഥലത്ത് വെച്ചവരെ എണ്ണിയെന്നാണ് 26-ാം അധ്യായത്തിന്റെ 63, 64 തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം എണ്ണിയതാണ് സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ നാടോട്ട്. രണ്ടാമത് എണ്ണിയതാണ് 26-ാം അധ്യായത്തിൽ ബാധയ്ക്ക് ശേഷം, ബാധയ്ക്ക് മുൻപും ബാധയ്ക്ക് ശേഷം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. ചില ആൾക്കാർ ഈ സംഖ്യാപുസ്തകത്തെ പറ്റി ധരിച്ചിരിക്കുന്നത് സംഖ്യ മാത്രം എടുക്കുന്ന പുസ്തകമെന്ന്. അല്ല, വേറൊരു വിധത്തിൽ പഠിച്ചാൽ ഇവരുടെ യാത്രയുടെ വിവരണമാണ് ഈ പുസ്തകം. യാത്രാ വിവരണം നടത്തുന്ന പുസ്തകമാണ്. കാരണം ചിലര് ധരിച്ചു വച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലായി ഇവരുടെ യാത്ര എന്ന. അല്ല, പുറപ്പാട് പുസ്തകത്തിൽ ഏതാണ്ട് 19-ാം അധ്യായത്തിൽ വരുമ്പോൾ യാത്ര സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ദൈവം. 14-ാം അധ്യായത്തിൽ ഫറവോനെ ദൈവം തകർത്തു. 15-ൽ ഇവരെ മറുകര കയറ്റി. പിന്നെ 15-ന്റെ 22 മുതൽ യാത്ര ആരംഭിക്കുക. ഇല്ലയോ മോനെ? വായിച്ചേ. 15-ന്റെ 20 കൊണ്ട് ആരാധന തീർന്നു. വായിച്ചു, പെട്ടെന്ന് വായിരും. പുറപ്പാട് പുസ്തകം 15-ന്റെ 1 വായിരും. പുറപ്പാട് 15:1 പെട്ടെന്ന് വായിച്ചു. താളൊന്നും മറന്നു. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി. അപ്പൊ അന്ന് ഏതാ ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങി താന്നു. അത് 14-ലെ ഇവര് അക്കരെ കയറി. അന്ന് ഇവര് പാട്ട് പാടി. ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും. അപ്പൊ പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചു. 20-ാം വാക്യം വായിച്ച സഹോദരിമാര് മുന്നോട്ട് വന്നു. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകൻ കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാരും കൂടെ നൃത്തങ്ങളോടും അവളുടെ പിന്നാലെ ചെന്നു. അപ്പൊ എല്ലാമിന്റെ മീറ്റിംഗ് തുടങ്ങി. അപ്പോ പുരുഷന്മാർ 1 മുതൽ 15-ന്റെ 1 മുതൽ 19 വരെ സഹോദരന്മാരുടെ യോഗം. 20-ല് എല്ലമ്മ തുടങ്ങി. എല്ലമ്മ തന്നെ പറയുന്നത്. ഇത് കേട്ട എല്ലമ്മ അവരില്ലാതെ കാര്യം നടക്കും. അപ്പൊ എല്ലമ്മ തുടങ്ങി. 22-ൽ എല്ലമ്മ തീർന്നു. 21-ല് പിന്നെ 22 മുതൽ യാത്രയാ. ഇനി 22. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടന്ന് പ്രയാണം ചെയ്യിച്ച് ചൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറേ മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പുറപ്പെടുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ വൃക്ഷം കാണിച്ചവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവരെ പരീക്ഷിച്ച് ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തി ഒരു വ്യാധിക്ക് ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. 27-ാം വാക്യത്തിൽ പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറും 70 ഈന്തപ്പനയും അവിടെ അവർ വെള്ളത്തിനരികെ പാളയം ഇറങ്ങിയെന്ന. പിന്നെ 16-ാം അധ്യായത്തിൽ ഇവര് സീൻ മരുഭൂമിയിൽ 16. അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിനും സീനായിക്കും മധ്യേയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. അപ്പൊ ഇവിടെ വന്ന യാത്ര സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. സീൻ മരുഭൂമിയിലെത്തി. 17-ാം അധ്യായത്തിൽ രഫീദീമിലെത്തി. 17:1 പെട്ടെന്ന് വായിച്ചു. പുതിയ ബൈബിളാണോ? താളം മറിക്കാൻ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിലെത്തി. അവിടെ വെച്ച് അമാലേക്യർ വന്നു. 17:8 രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. 17-ന്റെ 16-ൽ തലമുറയായിട്ട് യുദ്ധം. 17-16 യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് തലമുറയായിട്ട് യുദ്ധമുണ്ട് അവർ പറഞ്ഞു. 18:1 ദൈവം മോശയ്ക്കും തന്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതൊക്കെയും യഹോവ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മിദ്യാനിലെ പുരോഹിതനായ മോശയുടെ അമ്മായിയപ്പനായ ഇടയ്ക്ക് ഭാര്യ ഒന്ന് അങ്ങോട്ട് മാറി രമ്യതപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നു. ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പുറപ്പാട് 19-ാം അധ്യായം കൊണ്ട് യാത്ര നിർത്തുക, യാത്ര സ്റ്റോപ്പ് ചെയ്യും. അതെന്തിനാന്ന് ചോദിച്ചാൽ 19-ഉം 20-ഉം 21-ഉം അധ്യായമൊക്കെ പഠിച്ചാൽ 19-ന്റെ ആരംഭത്തിൽ യാത്ര സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച ദൈവം പറഞ്ഞു മതി, യാത്ര ചെയ്തത് മതി, ഇവിടെ നിൽക്കേ. എന്തിനാന്ന് ചോദിച്ചാൽ ഇനി യാത്രക്കാർക്ക് പ്രമാണം തരാൻ പോവുക. യാത്രക്കാർക്ക് പ്രമാണമുണ്ട്. ചുമ്മാ യാത്ര ചെയ്യരുത്. നമ്മളെല്ലാം പാട്ട് പാടും. അന്നമാമൻ എഴുതിയ നല്ല പാട്ടാ. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി. നല്ല പാട്ടാ. പക്ഷെ യാത്രക്കാർക്ക് പ്രമാണമുണ്ട്.
ചുമ്മാ അങ്ങ് യാത്ര ചെയ്യരുത്. ആ യാത്രക്കാർക്കുള്ള പ്രമാണം കൊടുക്കാനാണ് ആ 20, 21 അധ്യായമത്തിലൊക്കെ പ്രമാണമാ. 10 കൽപ്പന അതിനോട് ബന്ധപ്പെട്ടത് പ്രമാണമാണ്. ക്രിസ്തീയ യാത്രയിലും പ്രമാണമുണ്ട്. നിങ്ങൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ടൂർ കൊണ്ടുപോകുമല്ലോ, പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്, ഹെഡ് മാസ്റ്റർമാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ചുമതലപ്പെട്ടവരുണ്ട്, കോളേജിലെ പ്രൊഫസർമാരും ഒക്കെ ഉണ്ട്. പിള്ളേരെ എല്ലാം സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ച് വെച്ച് ആണ്ട് വണ്ടി കിടക്കുന്നത് കയറി പോകുന്നു പറയാമല്ലോ. ഓ, എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. നമ്മൾ ഇന്ന ദിവസം ഇത്ര തീയതി ഇത്ര മണിക്ക് ഇവിടുന്ന് പുറപ്പെടും. അവനവൻ്റെ സീറ്റിലെ അവന് കൊച്ചു പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കും, ഇരിക്കാവും, സീറ്റ് മാറി ഇരിക്കരുത്, ഛർദ്ദിക്കുന്നവരുണ്ട് പുറകിലായിരിക്കണം ഏറ്റവും ഇരിക്കേണ്ടത്, അല്ലേ പ്ലാസ്റ്റിക് കൂട്, കൈ വേണം മുമ്പിൽ ഇരുന്ന് ഓ എന്ന് പറഞ്ഞാൽ പുറകിരിക്കുന്നവനില്ല. ഓ, ആരും യാത്ര ചെയ്തിട്ടില്ലല്ലേ, ഇവിടെ കിടന്ന് കറങ്ങുക. നമ്മൾ ഇന്നടുത്തായിരിക്കും കാപ്പ് കുടിക്കാൻ നിർത്തുന്നത്, പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നില്ല ഇന്നടുത്ത്, ഭക്ഷണം കഴിക്കുന്നത് ഇന്നടുത്ത്. പിന്നെ എഴുതിയും വെച്ചിട്ടുണ്ട്, കൂടൊക്കെ പറയും കയ്യും തലയും ഒന്നും വെളിയിലിടരുത്. പിന്നെ ചില പിള്ളേരോട് പറയും കിടന്ന അലറുക അട്ടകസിക്കുകയൊന്നും ചെയ്യരുത്, അടിയുണ്ടാക്കരുത്. ഇതെല്ലാം നിർദ്ദേശങ്ങളാണ്. നമ്മൾ ഇന്ന സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലും, അവിടെ നമുക്ക് ആൾക്കാരുണ്ട്, അവർ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചോണം. ഇതിനിടയ്ക്ക് ബോട്ടൊക്കെ കയറുകയാണെങ്കിൽ ലേക്കിലൊക്കെ പോയി അതിന് പ്രത്യേക വസ്ത്രമുണ്ട്, സൂക്ഷിച്ചോണം, അവിടെ ഫീസ് കൊടുക്കണം. എല്ലാം പറഞ്ഞ് എല്ലാം ക്രമപ്പെടുത്തി തിരിച്ച് നമ്മൾ ഇന്നപ്പോഴാണ് ഇന്ന ദിവസമല്ല ഇത്ര മണിക്ക് തിരിച്ചു വരും, ഇതെല്ലാം പറയുകയല്ലേ. ഇത് തന്നെ ഇസ്രായേലിനോടും പറഞ്ഞത്. നമ്മൾ കനാലിലോട്ട് പോവുക, ഇമ്മാങ്ങ് പോകരുത്. യാത്ര പോകുന്ന നിങ്ങൾക്ക് പ്രമാണമുണ്ട്. ആ പ്രമാണമാണ് പുറപ്പാട് പുസ്തകം 20, 21 കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പ്രമാണം കൊടുത്തിട്ട് 25 മുതൽ 40 അധ്യായം വരെ സമാഗമന കൂടാരത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, പുറപ്പാട് പുസ്തകം 18 കൊണ്ട് യാത്ര സ്റ്റോപ്പ് ചെയ്തു. പിന്നെ യാത്രയെ പറ്റി ഒരു വിവരണവുമില്ല. പിന്നെ യാത്രാ വിവരണം മുഴുവൻ കിടക്കുന്നത് സംഖ്യാപുസ്തകത്തിലാണ്. അപ്പൊ ഇത് യാത്രകളുടെ പുസ്തകമാണ്. സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ എവിടൊക്കെ ഇവര് പാളയം അടിച്ചു, എത്ര പാളയം അടിച്ചു, അതെല്ലാം കൃത്യത്തിന് എഴുതിയിരിക്കുക. എല്ലാം വായിച്ച് പോകാൻ സമയമില്ല. 33-1 മുതൽ വായിച്ചു. സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിര്. മോശയുടെയും അഹരോന്റെയും കൈകീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. ഇതാ യാത്രയുടെ പുസ്തകമാ. പ്രയാണങ്ങളാവിത്. മോശെ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ ഇതിന് ക്രമമുണ്ട് കേട്ടോ, ക്രമമുണ്ട്. ജല്ല് ധരിച്ചത് യുമ്മ കുത്തഴിഞ്ഞതാണ്. നല്ല ക്രമമാണ്. ചില ആൾക്കാർ ധരിച്ചു വെച്ചത് എങ്ങനെയും അങ്ങനൊന്നും അല്ല. ഇതിന് നല്ല കർക്കശ ക്രമമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. ക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. പിന്നെ താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. പിന്നെ 1-ാം മാസം 15-ാം തീയതി അവർ രമേശേസിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞ പെസഹയുടെ പിറ്റേന്ന് അല്ലല്ലയോ, പെസഹ കഴിഞ്ഞ് പിറ്റേന്ന്. അപ്പോൾ എല്ലാം വിവരിക്കാൻ നേരമില്ല. അപ്പോൾ അധ്യായം മൊത്തം ഇരുന്ന് വായിക്കുക. നല്ലതാണ്, വേദവസം വായിക്കുന്നത് നല്ലതല്ലേ, പക്ഷെ ഇപ്പൊ അത് വായിക്കണ്ടേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രയാണം ക്രമം ഇങ്ങനെ എഴുതി അങ്ങോട്ട് വെച്ചു. 33-ല് ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 10 ഇടങ്ങളിൽ വെച്ച് ശിക്ഷ നടത്തി 12 ഇടങ്ങളിൽ വെച്ച് ഇവര് പുറപെടുത്ത് എണ്ണി തിട്ടമെടുത്തത് 2 പേരൊഴികെ ശിഷ്ടമുള്ളവർ പട്ടുപോകുകയും ശേഷമുള്ളവർ കനാനിലേക്ക് പ്രവേശിക്കും. ഇതായി ചരിത്രം. ഇങ്ങനെ ഇവര് പ്രയാണം ചെയ്ത സന്ദർഭത്തിൽ യാത്ര ചെയ്ത് വരവേ ഇവര് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ചു. നമ്മൾ എടുത്ത ഭാഗത്തോട്ട് വരുവാ ഞാൻ. മോവാബ് സമഭൂമിയിൽ വന്ന് ഇസ്രായേൽ പാളയമടിച്ചു. 42 പാളയത്തിൽ ഒരു പാളയമാണ്. ഇവര് പാളയമടിച്ചപ്പോൾ ആ മോവാബിലെ രാജാവ് ഭയപ്പെട്ടു പോയി. മോവാബ് രാജാവ് പേടിച്ചു.
അവൻ പറയുന്ന പദമുണ്ട്, കാള വയലില് പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ ജാതി നമ്മെ നക്കിക്കൊല്ലുമെന്ന്. വായിച്ചേ 22:1 മുതൽ, സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കാം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് എരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. അടുത്തത്, ഇസ്രായേൽ അമോര്യരോട് ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതൊക്കെ ഈ സിപ്പോറിന്റെ മകനാകുന്ന ബാരാക്ക് കേട്ടുകൊടുത്തത്. ജനം വളരെയായിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. അടുത്ത വാക്യം, ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. അടുത്തത്, മോവാബ് മിദ്യാന്യ മൂപ്പന്മാരോട് കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയുമെന്ന് പറഞ്ഞു. അതായത് നമ്മളെ നിലം തൊടിക്കാതെ നിർത്തുന്നു. നമ്മളെ അങ്ങനെ നിലം തൊടിക്കുകയല്ല. എവിടെ ഒരു യോഗം നടത്താനോ പ്രാർത്ഥന നടത്താനോ ഒരു സൂചന നിലം തൊടിക്കുക പേടിയല്ല. നമ്മൾ തല്ലുണ്ടാക്കാൻ പോകുന്നില്ല, വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, അടിയുണ്ടാക്കാൻ പോകുന്നില്ല, തെറി പറയാൻ പോകുന്നില്ല, പുകാറുണ്ടാക്കുന്നില്ല. ഒരായുധവും നമ്മുടെ കയ്യിൽ ആകെ കൂടെ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കയ്യിലുള്ള ആയുധം ഒരു വേനായ, അതും കുത്താനൊന്നുമല്ല, നോട്ട് എഴുതി എടുക്കാനാണ്. ഇല്ല, അതേ ഉള്ളൂ. നമ്മുടെ സഭാകോളി വന്നാലും ഒന്നുമില്ല, ഒരു പാരയില്ല. വേറെ പാരയുണ്ട്, ഉദ്ദേശിച്ച പാരയൊന്നും ഒരു പേനാകത്തി പോലും ഒന്നുമില്ല. പിന്നെ ബെയ്തോമു ചേർന്നാണെങ്കിൽ അടുക്കളയിൽ സഹോദരിമാര് പെരുമാറാനായിട്ട് വല്ല കത്തിയോ കടക്കത്തിയോ ഒക്കെ. അല്ലാതെ സഭാകോളിലൊന്നും ഇടികെട്ടയില്ല, നെഞ്ചക്കില്ല, വടിവാളില്ല, മുളക് പൊടിയില്ല, നാടൻ ബോംബില്ല, ഇല്ല. എന്നാൽ ചിലടത്ത് നിന്നൊക്കെ എന്തെല്ലാം കണ്ടുപിടിക്കുന്നു. വടിവാള് പലതരത്തിൽ, കൊടുവാളും മടിവാളും മലപ്പുറം വരെ. നിങ്ങൾ കേരളത്തിലൊന്നും അല്ലേ? ഉള്ള കാര്യമായി പറയാൻ. നമ്മുടെ സഭാകളിലോട്ടൊന്ന് വന്ന് പഴയ കോളിൽ അന്നേ പൊട്ടിയ തമ്പേർ 2 എണ്ണം കെട്ടി തൂക്കിയിട്ടിരിക്കുക. ഉക്ക് സാഹിബിന്റെ കാലം വന്ന് അടിച്ചതാ 2 എണ്ണം. പിന്നെ ഇപ്പൊ പിന്നെ തമ്പേർ മിക്കടത്തും ഇല്ല. പിന്നെ ചില അപ്പച്ചന്മാരുള്ളിടത്ത് അവര് പിടിവാശി ഉള്ളത് കൊണ്ട് അത് നമുക്ക് അടിക്കാനും പറ്റും. ഇങ്ങനെ ടിങ് 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 ടിണ്ടിട്ട് ടിണ്ട് ടിങ് തമ്പേർ അടിക്കുക, വായിക്കുകയല്ലല്ലോ. പിന്നെ ഇപ്പൊ കൊച്ചുങ്ങൾ ഇതെല്ലാം കൂടെ എടുത്ത് പോയി ഞങ്ങൾ പേരിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഒരായുധവും നമ്മുടെ സഭാകോളിൽ ഇല്ലെന്ന്. നമ്മളൊരു പരസ്യോഗത്തിന് പോയാൽ നമ്മുടെ വണ്ടിക്കകത്തിന് പേനാക്കത്തി പോലും ഇല്ല. എന്നാലും നമ്മളെ അത് പേടിയാ, നിലത്ത് താഴെ നിർത്തുകയല്ല. ഇല്ലേ? ഇടോ, ഞങ്ങള് യോഗം നടത്തുമ്പോൾ വന്ന് നോക്ക്, അതായത് ഇവിടെ ഒന്നുമില്ല, മൈക്കും ഇതിന്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ സ്റ്റേജിനടി വടിവാളില്ല, ഭാഷന്മാരുടെ ഏണിനകത്ത് കത്തിയൊന്നുമില്ല, ഉണ്ടോ? ഇവിടെ ഗുണ്ടകളെ ഇറക്കിയിട്ടില്ല. എടാ ആരിലും വന്ന നാവിക്കൊരു താങ്ങ് എല്ലായിട്ടിരുന്ന് സ്വോത്രം പറയാം. പിന്നെ കസേര കൊണ്ടുവന്നാണ്ടിരിക്കുന്നു, ആരും അനങ്ങത്തില്ല. എത്തി നോക്കുന്നു, ഉള്ള കാര്യമായി പറയാം. അപ്പൊ ഈ പറഞ്ഞതിന്റെ പൊരുൾ എന്തെന്ന് ചോദിച്ചാൽ, ഒരായുധവും നമ്മുടെ കയ്യിലില്ല, ഒരനാവശ്യവും പറയുന്നില്ല, ആരോടും കയറി ഉടക്കുന്നുമില്ല. എന്നാലും നമ്മളെ നിലത്തും താഴെ. അതിന് കാരണം എന്നാ അറിയാം. ദൈവം പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകും, അറിയിച്ചാൽ ജനം വിടുതൽ പ്രാപിക്കും. ഇത് അവൻ ആയുധമെടുത്ത് പോരാടുന്ന മാർഗമല്ല, ദൈവത്തിന്റെ മഹത്വം. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അതാ ഇസ്രായേൽ മക്കളെ പറ്റി ഇവർക്ക് പേടിയുണ്ടായി. കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ ജാതി നമ്മെ നക്കി ഒടുക്കുമെന്ന്. അടുത്ത വാക്യം, അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോറിന്റെ മകനായ ബാലാഖായിരുന്നു. അവൻ ബെയോരിന്റെ മകനായ ബിലയാമിനെ വിളിപ്പാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെദോരിലേക്ക് ദൂതന്മാരെ അയച്ചു. അതിനിടയ്ക്ക് മൂപ്പന്മാര് പറയുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ. പിന്നെ കാര്യം വായിക്കാം, മതി. ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. അപ്പൊ ചുരുക്കി ഞാൻ ഇനി പറയാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ജനം വന്നിങ്ങനെ പ്രളയമടിച്ച് കിടക്കുക. പാളയമോ പാളയമെന്ത് ക്രമമാണെന്നറിയാമോ? പിന്നെ ഞാൻ പിന്നെ പറയാം. പ്രളയമടിച്ചിങ്ങനെ കിടക്കുമ്പോൾ നാട്ടുരാജാവ് പേടിച്ചു, ഇവര് നമ്മളെ നക്കിക്കൊല്ലും, നമ്മളെ പറ്റി അങ്ങനെ ചിലവെന്ന് പ്രാർത്ഥിച്ചു കൊല്ലുമെന്ന്. ഒരു വലിയ പ്രാർത്ഥനക്കാരാ നമ്മളെ പ്രാർത്ഥിച്ച്. ആരെയും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊല്ലത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് എത്രയോ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്.
അത് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല, ദൈവം പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നാട്ടുകാരോട് എന്നെ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ ആരെയും പ്രാർത്ഥിച്ച് കൊല്ലാറില്ല. ചാകാൻ കടന്നതിൻ്റെയൊക്കെ എടുക്കാൻ ഞങ്ങൾ എന്ന് പ്രാർത്ഥിച്ചു, ദൈവം അവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ ഇതിനകത്ത് ആരേലും രണ്ടുപേര് പറയുമോ ഞാൻ അങ്ങേയറ്റം പറ്റിയതാ, ദൈവമക്കൾ പ്രാർത്ഥിച്ച് എനിക്ക് ജീവൻ തന്നതാ. പ്രാർത്ഥിച്ച് കൊല്ലുകയല്ല, പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കുക. എന്നാലും നമ്മളെ പറ്റി ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് കൊല്ലും. പണ്ടൊരാൾ പറഞ്ഞു, ഇവര് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാപ്പി തരും, അതിനകത്ത് കൂടോത്രം ചെയ്യുക. പൊട്ടത്തരം പറഞ്ഞ. അപ്പൊ അവര് നാത്തും ചോദിച്ചു എങ്ങനെയാണ് ആ പ്രാർത്ഥന വിളിവിളി ഇതിനൊക്കെ പറയാം, കൂടോത്രം ചെയ്യുന്നതാണ്. തള്ളക്കറിയാവോ ആത്മാവിൽ വല്ലതും ആയത്? വിളിവിളി കൂടാന്ന് എന്നാണ്ടൊക്കെ കൂടോത്രമാണ്. നമ്മൾ ആ കാപ്പി കുടിച്ചാൽ നമ്മൾ ഇതിനകത്താവുക. അതുകൊണ്ട് അവിടെ ഒക്കെ കാപ്പി കൊണ്ട് കൊടുത്തിട്ട് മേടിച്ചില്ല, അവിടെ നാത്തും പറഞ്ഞു കൊടുത്ത് കൊടുക്കും. എന്റെ പൊന്നച്ചാ, ഇത് കൂടോത്രവും ആഭിചാരവും ഒന്നുമല്ല, നമ്മൾ സ്തോത്രം പറഞ്ഞു തരിക. ദൈവം നിന്നെ കണ്ടത് കൊണ്ട് ദൈവം നിന്നെയും ചേർക്കുക. അപ്പൊ നമ്മളെ പറ്റി ഒത്തിരി ആക്ഷേപങ്ങളുണ്ട്, അതിലൊന്നിതാ. അപ്പൊ ചുരുക്കി പറഞ്ഞു, ഈ ജാതിയെ നമുക്ക് തകർക്കണം. ഇവര് വന്നും ദേശം മൂടി കിടക്കുക, ഒതുക്കണം, നശിപ്പിക്കണം. അപ്പൊ ചോദിച്ചു എന്താ പോംവഴി? പോംവഴി എന്നാ ഒതുക്കാനൊക്കത്തില്ല. അതെന്നാ? അയ്യോ അതെന്നാ ഒതുക്കാനൊക്കാത്തന്നെ കാര്യം? അയ്യോ അവരുടെ അടുക്കലൊന്നും ചെല്ലാനൊക്കത്തില്ല. അതിന് 105 സങ്കീർത്തനത്തിന്റെ 37 വായിച്ചേ സ്റ്റീഫെ. 105:37 ഒതുക്കാൻ പറ്റാത്തന്റെ കാര്യം. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അടുത്ത പദം, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ ഒതുക്കാൻ പറ്റാത്ത. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. മുൻപിൽ നിൽക്കുന്നവനും പിറകെ നിൽക്കുന്നവനും സൈഡിലിരിക്കുന്നവനും ഇടയ്ക്കിരിക്കുന്ന സകല എണ്ണവും നല്ല ബലമാണ്. എന്തോ ബലമാണെന്നറിയോ? ആത്മാവിന്റെ ബലം. അതുകൊണ്ട് ഇവരെ ഒതുക്കാനൊക്കത്തില്ല. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെ വിചാരങ്ങളെ പിടിച്ചടക്കുക. ഇവരെ ഒതുക്കാനൊക്കത്തില്ല. ഒറ്റ ബലഹീനനില്ല. ബലഹീനത ഇല്ലാഞ്ഞതിന്റെ കാര്യം എല്ലാം തികിൽ ചുട്ട മാംസം തിന്നവരാ. പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയും കൂടെ കൂട്ടിപ്പിടിച്ച് ആ തീയിൽ ചുട്ട കുഞ്ഞാടിന്റെ മാംസം സ്തോത്രം ഹബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് കുഞ്ഞാടിനെ അറുത്ത് ഈ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയും കൂടെ കൂട്ടിപ്പിടിച്ചവരെ ഭുജിച്ചവരാ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതുകൊണ്ട് ഈ ഗോത്രത്തിൽ ഒറ്റ ബലഹീനനില്ല, എല്ലാം നല്ല കരുത്തന്മാരാ. അപ്പൊ അവര് പറഞ്ഞു യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ല, യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ല. തന്നെയല്ല ഇവര് മിടുക്കരാന്ന് പറഞ്ഞു, മിടുക്കരാ. അപ്പൊ ചോദിച്ചു പിന്നെ എന്നാ പോംവഴി? അപ്പൊ ഈ മുതിയേന്യ മൂപ്പന്മാരെല്ലാം കൂടെ എന്റെ അഭിപ്രായമാണ്, കമ്മിറ്റിയൊക്കെ കൂടി ഒറ്റ പോംവഴിയേ ഇനിയുള്ളൂ. അതെന്തുവാ? ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്, നമുക്ക് പുള്ളിയെ വിളിക്കണം. അതെന്തിനാ? ഇവനെ എല്ലാം പ്രാഗി കൊല്ലുവെന്ന് പറഞ്ഞു. ഇവന് അങ്ങനത്തെ പ്രവാചകൻ അലക്കുകയും പ്രാകുകയും, ദശാംശം കൊടുത്തില്ല ഉടനെ പ്രാകുക. നീയൊന്നും ശരിയാകുന്നു. പ്രവചന പുസ്തകത്തിൽ അങ്ങനെ അല്ലയോ? വായിക്ക് കടിക്കാൻ കൊടുത്താൽ അവനോട് സമാധാനം ഘോഷിക്കും. വായിക്കൊന്ന് ബലിന് കടിക്കാൻ കൊടുത്തില്ല ഉടനെ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചു കളി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവനെ എല്ലാം പ്രാഗി കൊല്ലും പുള്ളി. ആരാ? ബിലയാ. പുള്ളി എങ്ങനെയാ ശുശ്രൂഷ? അയ്യോ പുള്ളിയുടെ ശുശ്രൂഷ ഭയങ്കരമാണ്. ആറാൻ പറ്റുന്ന അത് പ്രായിക്കൊണ്ടിരിക്കുമ്പോഴേ ആള് തീരും. അത്രയ്ക്ക് ശുശ്രൂഷ. ബ്രദർ കൂടിയിട്ടുണ്ടോ? പിന്നെ എത്ര സ്ഥലത്ത് വെച്ചു അടിച്ച് തകർക്കുക എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങനെ പുള്ളിയെ വിളിക്കാം. അപ്പൊ പറഞ്ഞ് പുള്ളി വെറുതെ ഒന്നും വരത്തില്ല, പ്രശ്നദർശനം കൊടുക്കണം. പുള്ളിക്ക് പടിയുണ്ട്, ഇത്ര റേറ്റ് ഉണ്ട്. നല്ല വിരാഗണെ കാശ് കൂടുതൽ കൊടുക്കണം. ഒരു പരുവത്തിനുള്ള വിരാഗാനെ അത്ര കൊടുക്കണ്ട. വിരാകുമ്പോഴേ തീരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ കൊടുക്കണം. പ്രശ്നദക്ഷിണ ഉടനെ ആരാക്ക് പറഞ്ഞു കാശ് എത്ര വേണേലും എടുത്ത് വീശാന്ന്. അങ്ങനല്ലേ ഇപ്പൊ പറയാതെ? കാശ് എത്ര വേണേലും വീശ, ആൾക്കാരെ താട്ടിക്കളയണം. അങ്ങനെ ബിലിയാമിന്റെ അടുക്കൽ ആള് വിട്ടു. ബിലിയാമിന്റെ അടുക്കൽ 2 പേരെ വിട്ടേച്ച് പറഞ്ഞൊരു ജാതി വന്ന് ഇങ്ങനെ പരന്ന് പടർന്ന് കിടക്കുക, നീ വന്നവരെ പ്രാഗി കൊല്ലണം, അതിന് രാജാവ് നിന്നെ ക്ഷണിച്ചിരിക്കുക. ബിലിയാം പറഞ്ഞു ഈ പ്രോഗ്രാം കിട്ടിയ ഉടനെ ഞാൻ ഉടനെ പോകത്തില്ല, പ്രാർത്ഥിച്ചു നോക്കട്ടെന്ന് പറഞ്ഞു. നോക്കാൻ പറഞ്ഞു. പുള്ളി പ്രാർത്ഥിച്ചു നോക്കിയേച്ച് പറഞ്ഞു നടത്തിപ്പില്ലെന്ന്.
അവര് തിരിച്ചു വന്ന് രാജാവിനോട് പറഞ്ഞു പുള്ളിക്ക് നടത്തിപ്പില്ല. അപ്പൊ രാജാവിന് ബോധ്യമായി നടത്തിപ്പ് എന്നാ വരാനെന്ന്. രാജാവ് ഇവരിലും മാന്യന്മാരെ രണ്ടുപേരെ വിട്ടു, കയ്യിൽ കുറച്ച് സമ്മാനമൊക്കെ കൊടുത്ത്. ഈ രണ്ടാം കക്ഷികൾ ഇവിടെ വന്നപ്പം ബിലിയാം ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി നേരത്തെ വന്നതേക്കാളും ഇച്ചിരി പിടിപ്പും ഒക്കെ ഉള്ള ഇച്ചിരി 10 പുത്തനുള്ളവരാന്ന് തോന്നുന്നു. ഇച്ചിരി പ്രൗഢിയും പത്രാസും ഒക്കെ ഉണ്ട്, ഇച്ചിരി കനമുള്ളവരാ. ഇന്നത്തെ ചില പ്രവാചകന്മാർ അങ്ങനെയുള്ളവരുണ്ട്, ഇവിടെയും കാണും, എല്ലായിടത്തും ഉണ്ട്, എവിടെ ഇല്ല. പാവത്തങ്ങളായ സഹോദരി സഹോദരന്മാര് വന്ന കൈ കൊടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. ഇച്ചിരി കനമുള്ള അച്ഛാൻ അന്നെ കയറി അങ്ങ് പിടിച്ചു വെച്ചങ്ങ് കുടിക്കുക. അയാൾ വിടാന്ന് വെച്ചാലും പുള്ളി അതിന് കൈ വലിക്കും, പുള്ളി വിടുകയില്ല. പക്ഷെ പാവപ്പെട്ടവന് ഏതാ പിടിപ്പും പത്രാസും ഇല്ലാത്തവനാണ്. സ്വതന്ത്രം അവൻ നിന്നെ നിൽക്കുക, ഭാഷ എന്തോന്ന് മറ്റേത് അങ്ങോട്ട് കയറി അങ്ങ് ഏൽക്കുക. നെല്ലെടുത്ത് കൊണ്ട് ഇതൊക്കെ എവിടെ ഇല്ലത് വെച്ചുറയിലും ഉണ്ട്. നമ്മളെല്ലാം പൊട്ട് കളിച്ചിരിക്കുന്നു. അപ്പൊ ബിലിയാമിനും ഈ അസുഖമുള്ള ആളാണ്. ആദ്യം വന്നവര് അത്ര പിടിപ്പുള്ളവരല്ല, അതുകൊണ്ട് പറഞ്ഞു നടത്തിപ്പില്ലെന്ന്. രണ്ടാം പ്രാവശ്യം വന്നവരെല്ലാം പിടിപ്പുള്ളവരാ. കണ്ടപ്പോഴേ മനസ്സിലായി സമ്മാനമൊക്കെ ഉണ്ട്, ആൾക്കാർ പിടിപ്പുള്ളവരാ. അപ്പൊ ഇവൻ പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോട്ടെന്ന്. പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. കാരണം അകത്ത് മുഴുവൻ ഇതിരിക്കുക പോണമെന്ന് ദൈവം പറഞ്ഞു പൊക്കോ. വഴിയിലത്തെ യാത്രയിലെ തടസ്സമൊക്കെ നിങ്ങൾക്ക് വേറെ പുസ്തകം വായിക്കുന്നവർക്കറിയാം. വെച്ചൂച്ചറയായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എല്ലാം വേറെ പുസ്തക പരിജ്ഞാനമുള്ളവർ. ചുരുക്കി പറഞ്ഞാൽ രണ്ടാം യാത്രയിൽ ബിലിയാം അങ്ങോട്ട് പോയി. വഴിയിൽ വെച്ച് ദൂതൻ വന്നു, ദൂതനെ കണ്ടു, പ്രശ്നങ്ങളായി. കഴുതക്കെട്ട് ബിലിയാം അടിച്ചു, കഴുതയുടെ ദൈവം തുറന്നു. എന്നാലും ഇദ്ദേഹത്തെ ഒടുവിൽ ഇവിടെ കൊണ്ടുവന്ന് ബാരാക്കിനെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞിട്ടേ ഒരു ജാതി ഒരു വംശം വന്ന് പരന്ന് കിടക്കുക, നീ അവരെ പ്രാഗി കൊല്ലണം. അപ്പോൾ ബിലിയാം പറഞ്ഞു നോക്കട്ടെ, ഇതുവരെയുള്ള ശുശ്രൂഷയിൽ ധാരാളം പേര് തീർന്നിട്ടുണ്ട്, ഇത് കൈക്ക് ഞാൻ നോക്കട്ടെ. അപ്പം ബാരാക്ക് പറഞ്ഞു കാശ് എന്തും വേണേലും ഇറക്കത്തരാം, കാശ് ഇഷ്ടം പോലെ വീശ, ആൾക്കാരെ തീർക്കണം. ബിലിയാം പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ ബിലിയാം ആ മോവാബ് സമഭൂമിയിൽ വന്ന് പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറി 3 പ്രത്യേക പോയിന്റിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കണ്ടേച്ചവരെ പ്രാഗി കൊല്ലാനായിട്ട് വായങ്ങോട്ട് തുറന്നു. പ്രാകാനാ തുടങ്ങിയെങ്കിലും ആ വായിലോട്ട് വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ്സുകളാണ്. കാരണം യഹോവ പ്രാകാത്തവനെ ആര് പ്രാകും, ദൈവം ശപിക്കാത്തവനെ ആര് ശപിക്കും? ഇന്ന് രാത്രി ദൈവമക്കളോടൊരു കാര്യം പറയാ, നിന്നെ പ്രാകുവാനും നശിപ്പിക്കുവാനും തകർത്ത് കളയുവാനും ഒക്കെ ശത്രു പദ്ധതി ഇടുമ്പോൾ ദൈവം തമ്പുരാൻ നിന്നെ ഉയർത്തുവാൻ അനുഗ്രഹിക്കാൻ പദ്ധതി ഇട്ടുണ്ടെങ്കിൽ ഒരായുധവും നിനക്ക് ഫലിക്കത്തില്ല. അപ്പൊ ഈ പ്രാകാൻ ആ നാവ് അങ്ങോട്ട് തുറക്കുന്നെങ്കിലും വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ്സ. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒത്തിരി കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ കുറുവാക്യം. ഇനി കുറുവാക്യം വായിച്ച 23 പ്രാരംഭം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. യാക്കോബിന് പറ്റുകയില്ല. ഇന്ന് രാത്രി നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കാൻ പോകുക, എന്തുകൊണ്ടാണ് ആഭിചാരം യാക്കോബിന് പറ്റാത്തത്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരാഭിചാരവും നിനക്ക് പറ്റുകയില്ല, ഒരു ലക്ഷണവിദ്യ നിന്നെ തൊടുകയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ അതിന് വ്യവസ്ഥയുണ്ട്. എന്തുവാ വ്യവസ്ഥ? അതാ ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ ആഭിചാരം യാക്കോബിന് അല്ല, ഇസ്രായേലിന് അല്ല, ദൈവമക്കൾക്ക്. എന്തുകൊണ്ടാണ് ആഭിചാരം പറ്റാത്തത്? അല്ലെങ്കിൽ ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും എങ്ങനെ ആയിരിക്കണം? ഈ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, ആഭിചാരം പറ്റാതിരിക്കാൻ കാരണം വായിച്ചേ 24-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ സ്റ്റീവ്. 24:8. ദൈവം അവനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. ശ്രദ്ധിച്ചേ, ദൈവം അവനെ ഉദ്ദേശിച്ചിട്ട് യാക്കോബിനെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ. അപ്പൊ ഇസ്രായേൽ മക്കളെ പറ്റി ഇവിടെ പറയുക, ആഭിചാരം ഇവർക്ക് പറ്റാതിരിക്കാൻ ഒന്ന്, ദൈവം അവര് മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവര് ആഭിചാരം പറ്റാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം, ഇവര് മിസ്രയീമിൽ നിന്ന് വന്നവരാ. മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായിട്ട് പറഞ്ഞാൽ മിസ്രയീമിൽ നിന്ന് വെറുതെ കഴിഞ്ഞു പോകുന്നതല്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ, ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിൽ ആചരിച്ചാ അവിടുന്ന് പോകുന്നത്. ഏതാണ്ട് 430 വർഷത്തോളം ഇത് മിസ്രയീമിൽ അടിമകളായി പാർത്തു.
പോകാൻ കാരണം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം ആമേനരെ ഗാഠനിദ്രയൊക്കെ വരുത്തിയപ്പോൾ ദൂത് പറഞ്ഞല്ലോ. ആ ദൂതിന്റെ വെളിച്ചത്തിൽ സ്വന്തമല്ലാത്ത ദേശത്ത് 400 ചില്ലുവാനും അടിമകളായി പ്രവാസികളായി പാർത്തു. എന്നിട്ട് ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞു, 4-ാം തലമുറക്കാരെ ഇതിലേ കൊണ്ടുവരും. വായിച്ചേ 15-16 ഉൽപ്പത്തി പുസ്തകം 15-16. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. ഇവിടേക്ക് മടങ്ങി വരും. ഈ വാഗ്ദത്ത ദൂത് നിറവേറ്റുവാൻ 4-ാം തലമുറയിൽപ്പെട്ട മോശെ മുഖാന്തരം ദൈവം തമ്പുരാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമെന്ന് പുറപ്പെടുവിക്കുക. അപ്പൊ ഈ പുറപ്പെടുവിക്കുവാൻ പ്രാരംഭത്തിൽ 9 ബാധ വിട്ടിട്ട് മാനസാന്തരം വരുന്നില്ല പറവോൻ പിന്നെയും ഹൃദയം കഠിനമാക്കിയെന്ന എത്ര പറഞ്ഞിട്ട് മനസ്സിലായി. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. വചനം പറഞ്ഞിട്ട് സുവിശേഷം പറഞ്ഞിട്ട് കേട്ടിട്ട് ഒരു മാനസാന്തരമില്ല. പിന്നെയും ഹൃദയം അങ്ങ് കഠിനമാക്കി. നിങ്ങൾ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 6 പ്രാവശ്യം പറവോൻ ഹൃദയം കഠിനമാക്കി. 6. അപ്പൊ ദൈവത്തിന് മനസ്സിലായി ഇവൻ ഗുണമാകുക. അപ്പം 7-ാമത് ദൈവം കഠിനമാക്കി. എല്ലാ വാക്യം പഠിപ്പിക്കാൻ 6 പ്രാവശ്യം ഇവൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇനി ഇവൻ അതുകൊണ്ട് 7-ാമത് ദൈവം പുറപ്പാട് 17:8 വായിച്ച് 14:8 പുറപ്പാട് പുസ്തകം 14:8 പെട്ടെന്ന്. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. ഫറവോന്റെ യഹോവ മിസ്രയീം രാജാവായ ഒന്നേ വെടിവെക്കില്ലേ, തല്ലിക്കൊല്ലോ, ഒന്നേ മൊബൈലിൽ വായിക്കില്ലേ, വേദവത്തം വായിക്കില്ലേ. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ മതി. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ. അപ്പൊ നിങ്ങൾ പുറകോട്ട് പഠിച്ചാൽ എടുക്കുന്നില്ല. 6 പ്രാവശ്യം ഇവൻ തന്നെത്താൻ കഠിനമാക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവന് കൊടുക്കാവുന്നതിന്റെ പരമാവധി അവസരം കൊടുത്തു. മാനസാന്തരപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ, ദൈവകൃപയിൽ വരുവാൻ, ദൈവത്തെ ഭജിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ നല്ല അവസരങ്ങൾ 6 പ്രാവശ്യം ദൈവം കൊടുത്തു. എന്നാലും അല്ല ഇവൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കി. അപ്പോൾ ദൈവം തമ്പുരാന് മനസ്സിലായി ഈ ദൈവം ഗുണമാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് 7-ാമത്തെ പ്രാവശ്യം ദൈവം ഇവന്റെ ഹൃദയം കഠിനമാക്കി. ദൈവം കഠിനമാക്കിയാൽ രക്ഷപ്പെടുകയല്ല കേട്ടോ. കഠിനമാക്കിയാൽ രക്ഷപ്പെടുകയല്ല. നല്ല അവസരം ഇന്ന് രാത്രി ദൈവം തരിക. നല്ല അവസരം ദൈവം തരിക. നല്ല അന്തരീക്ഷം, മഴയൊന്നും പെയ്യുന്നില്ല, കസാര വീണ്ടും കൊണ്ടിറക്കി, വീണ്ടും ഇറക്കി, നല്ല അവസരം തരിക. നല്ല വെട്ടവും ഒക്കെ ഉണ്ട്, നല്ല വെട്ടമുണ്ട്, നല്ല അവസരം. ഇതുപോലൊരു അവസരം ഇനി എപ്പോ കിട്ടും? അവസരം നീ നഷ്ടപ്പെടുത്തി കളയരുത്. നല്ല ശബ്ദവുമുണ്ട്, പുറകിരിക്കുന്നവർക്ക് തിരിയുന്നുണ്ട്. പുറകിരിക്കുന്നവർക്ക് തിരിയുന്നുണ്ടോ? ഇല്ലേ? തിരിയാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. എല്ലാം ധ്യാനിക്കുക. നല്ല അവസരം ഇന്ന് രാത്രി ദൈവം തരിക. ഈ അവസരം ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. കാലമേറെ